എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി കഴിഞ്ഞപ്പം ലാൻഡ്മാർക്ക് ഞങ്ങൾക്കെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ, സക്രിയ ബ്രോ, ജോവിനച്ച, ഞങ്ങൾ 3 മലയാളീസാണുള്ളത്. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് പോകാമെന്ന് വെച്ചു. അവിടെ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. സക്രിയ ബ്രോ ആണെങ്കിൽ അവിടെ കോഫി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ജോവിനച്ചാനാണെങ്കിൽ ഒരു ബൗൾ നിറച്ച് ഫ്രൂട്ട്സ് എടുത്ത് നിറയ്ക്കുന്നുണ്ട്. കോഫി എടുക്കാൻ പോയിട്ട് പാല് മാത്രം കിട്ടിയിട്ട് വണ്ടർ അടിച്ചിരിക്കുന്ന സക്രിയ ബ്രോ കോഫി പൗഡർ അവിടെ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ 3 പേരും അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേറ്റ് ഫുള്ളാക്കി എന്ന് പറയാം. അത്യാവശ്യം രീതിയിൽ ഞങ്ങൾ എടുത്തു. കഴിക്കാവുന്ന അത്രേ എടുത്തിട്ടുള്ളൂ. കാരണം കുറേ വലിച്ചു വാരി എടുത്തിട്ടുണ്ട് ആവശ്യമില്ലെന്ന് തോന്നി. കാരണം നമുക്ക് കഴിക്കാവുന്നേ നമ്മൾ എടുക്കാമെന്നുള്ളൂ. കാരണം വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചല്ല, അതാണ് വേണ്ടത്. എന്നാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 3 പേര് എടുത്തേക്കുന്നത് മഫിൻ എടുത്തിട്ടുണ്ട്, ബ്രെഡ് ടോസ്റ്റ് എടുത്തിട്ടുണ്ട്, ക്രോസൻ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ഓംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓംപ്ലേറ്റ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ തുടങ്ങി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡ്യൂട്ടിയും കഴിഞ്ഞ് കുറച്ച് നേരം വണ്ടി ലിഫ്റ്റ് ഓടാമെന്ന് വെച്ചു, അല്ലെങ്കിൽ ഊബർ. അത് കുറച്ച് നേരം കിടന്നു. ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഒരു ക്രേസി ബിന്നിലോട്ട് പോയി. ക്രേസി ബിന്നിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന്, അതായത് വ്യാഴവും വെള്ളിയും $1 അവിടുത്തെ സാധനങ്ങൾക്ക്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനിൽ മേടിക്കുന്നതും എന്തെങ്കിലും ചെറിയ ഡാമേജ് വരുന്നതും എല്ലാം റിട്ടേൺ അയക്കുന്നത് ഇവിടെ ക്രേസി ബിന്നിലാണ് വരുന്നത്. കൂടുതലും സാറ്റർഡേ ആണ് സ്റ്റോക്ക് വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ലേറ്റായിപ്പോയി. ഞാൻ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കി ടൈം പാസിന് വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇന്ന് $1 ആയതുകൊണ്ടും ഞാനവിടെ ചെന്നപ്പോഴത്തേക്ക് കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഫുൾ എം ടി ആണ്. എം ടി എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം എല്ലാം കാലിയായി. അപ്പം ഒന്നുമില്ല. കുറച്ച് ഡ്രസ്സുകളൊക്കെ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം ഗ്ലാസ് അങ്ങനത്തെ സാധനങ്ങളേ ഉള്ളൂ. അധികം ആരുമില്ല. കാരണം എം ടി ആയതുകൊണ്ടായിരിക്കും ആരും ഇല്ലാതായിരിക്കുന്നത്. പിന്നെ ആകെയുള്ളത് ഫോണിൻ്റെ കേസുകളാണ്. ഫോണിൻ്റെ കേസുകൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഫോണിൻ്റെയും കേസുകൾ ഇഷ്ടം പോലെയുണ്ട്, വാരിക്കോരി കിടപ്പുണ്ട്. പക്ഷേ അതിൽ നിന്ന് തപ്പിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ക്രീൻ ഗാർഡ് അങ്ങനെ എല്ലാത്തിൻ്റെ ഉണ്ട്, എല്ലാ ഫോണിൻ്റെ ഉണ്ട്. നമ്മളിപ്പോൾ ഫോൺ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ വെച്ച് നോക്കാവുന്നതാണ്. കാരണം ഞാൻ അത്യാവശ്യം കുറച്ച് തൊപ്പി. എനിക്ക് ഈ റെഡ് എനിക്ക് അല്ലാതെ ഇഷ്ടപ്പെട്ടു, ഈ റെഡ് കളർ കേസ്. ഇത് എൻ്റെ ഫോണിൽ സൂട്ടാകാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ ഇട്ടു. പിന്നെ കുറച്ച് ബുക്സും കാര്യങ്ങളും ഉണ്ട്. ബുക്സ് അത്യാവശ്യമുണ്ട്. ഇപ്പം ബുക്സ് വായിക്കുന്നവർ കുറവായതുകൊണ്ടായിരിക്കണം ബുക്സൊന്നും അങ്ങനെ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. പിന്നെ അവിടുന്ന് സത്യം പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടി തന്നെയാണ് ഇവിടെ വന്നത്. അങ്ങനെ കുറച്ച് നേരം ടൈം കളഞ്ഞു. പിന്നെ എനിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവുന്നത് എല്ലാം എം ടി ആണ്. അവിടെ സാധാരണ കുറച്ച് ഇലക്ട്രിക് ഐറ്റംസ് വെക്കേണ്ടതാണ്. പിന്നെ ചെയിന് അങ്ങനത്തെ സാധനങ്ങളായിരുന്നു ഇവിടെ. പിന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉള്ളൂ ഇനി. അപ്പം അതുവരെ സമയമുണ്ട്. അപ്പം ഞാൻ കുറച്ച് നേരം വണ്ടിയിൽ കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ നന്നായിട്ട് കിടന്നുറങ്ങി. അങ്ങനെ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറി. അങ്ങനെ നൈറ്റ് വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മീൻ വറക്കാമെന്ന് വെച്ചു. എന്ത് മീനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അത്യാവശ്യം കുഴപ്പമില്ല, ടേസ്റ്റുള്ള മീനാണ്. പിന്നെ ഇന്നലെ തന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു മീൻ വറുത്തത് ഫിഷ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാൻ ചൂടാക്കി വെച്ചു. ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് അറിയാം. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. അങ്ങനെ മീൻ വറുത്തു, ചോറെടുത്തു, കഴിച്ചു, കിടന്നുറങ്ങി. ഗുഡ് നൈറ്റ്. താങ്ക് യു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഗുഡ് ബൈ.